ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല ശിവശില്പം തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ അനാച്ഛാദനം ചെയ്യാൻ ഒരുങ്ങി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല ശിവശില്പം തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ അനാച്ഛാദനം ചെയ്യാൻ ഒരുങ്ങി. 3.5 വർഷം സമയമെടുത്താണ് പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി ശിവശില്പം പൂർത്തിയാക്കിയത്. 14 അടി ഉയരമുള്ള വെങ്കല ശിവശില്പത്തിന് 4200 കിലോ ഭാരം വരും. ആദ്യം കളിമണ്ണിൽ തീർത്ത ശിവശില്പം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് ചെയ്തെടുത്ത് മെഴുകിൽ നിർമ്മിച്ച് വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ശില്പം കാലാകാലങ്ങളോളം നിലനിൽക്കാൻ ബോംബെയിൽ നിന്നെത്തിച്ച 304 SS സ്റ്റീലാണ് ഉൾഭാഗത്ത് ഘടിപ്പിച്ചിട്ടുള്ളത്. പയ്യന്നൂർ കാനായിൽ പണിപ്പുരയിൽ നിർമ്മിച്ച ശില്പം ക്രെയിനിൻ്റെ സഹായത്തോടെയാണ് പ്രത്യേക വാഹനത്തിൽ തളിപ്പറമ്പിൽ എത്തിച്ചത്. തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മൊട്ടമ്മൽ രാജനാണ് ശില്പം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത്. വെങ്കലത്തിൽ തീർത്ത ശിവശില്പം ശിവ മഹാവിഷ്ണു സങ്കല്പത്തിൽ ഒരു കൈ അരയിൽ താങ്ങി കഴുത്തിൽ പാമ്പും രുദ്രാക്ഷമാലയുമിട്ട് പുലിത്തോൽ ധരിച്ച് വലത് കൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന രീതിയിൽ സൗമ്യഭാവത്തോടെ അനുഗ്രഹം ചൊരിയുന്ന നിലയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ആലിൻ ചുവട്ടിലാണ് ശില്പം സ്ഥാപിക്കുന്നത്. ശില്പത്തോടൊപ്പം മനോഹരമായ പൂന്തോട്ടവും അലങ്കാര ദീപവും ഒരുക്കിയിട്ടുണ്ട്. ജൂലൈ 5 ശനിയാഴ്ച കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ശില്പം അനാച്ഛാദനം ചെയ്യും. മറ്റ് പ്രമുഖരായ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിക്കും. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള പൂർണ്ണകായ ശിവവെങ്കല ശില്പം പൂർത്തിയായി വരികയാണ്. തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മൊട്ടമ്മൽ രാജാറിനാണ് ഈ ശിവശില്പം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത്. 4 വർഷം സമയത്താണ് ഈ ശില്പം പൂർത്തിയാക്കിയത്. 14 അടി വരെയുള്ള ഈ ശില്പം ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച ശേഷം പ്ലാസ്റ്റർ പാർസിൽ മോൾഡ് എടുത്ത് അത് വാക്സിൽ നിർമ്മിച്ച ശേഷം വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുകയായിരുന്നു. 4200 കിലോ ഭാരം വരുന്ന ഈ വെങ്കല ശില്പം ഈ വരുന്ന ജൂലൈ 5 ക്ഷേത്രത്തിലെ അനാച്ഛാദന ചടങ്ങ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ ഒരുക്കത്തിലാണ് ഇതിൻ്റെ അണിയർ പ്രവർത്തകർ. ശില്പനിർമ്മാണത്തിൻ്റെ സഹായികളായി ഉണ്ണിക്കാനായിയോടൊപ്പം സുരേഷ് അമ്മാനപ്പാറ, ദിനേശ് കോയ്, ബാലൻ പാച്ചേരി, TP സുരേശൻ, MB ശ്രീകുമാർ, TK അഭിജിത്ത്, A അനുരാഗ്, TK അർജുൻ എന്നിവരും പ്രവർത്തിച്ചു. ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിൽ പുതുതായി വെങ്കലത്തിൽ തീർത്ത മഞ്ജുളാൽ ഗരുഡശില്പം തീർത്തതും ശില്പി ഉണ്ണിക്കാനായിയാണ്. കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗം കൂടിയാണ് ശില്പി ഉണ്ണിക്കാനായി. ശില്പത്തിൻ്റെ അനാച്ഛാദന ചടങ്ങിൽ TTK ദേവസ്വം ബോർഡ് പ്രസിഡന്റ് TP വിനോദ് കുമാർ അധ്യക്ഷത വഹിക്കും. കോർഡിനേറ്റർ കമൽ കന്നിരാമത്ത് സ്വാഗതവും എക്സിക്യൂട്ടീവ് ഓഫീസർ നന്ദിയും രേഖപ്പെടുത്തും. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഭക്തജനങ്ങളും ക്ഷേത്ര ചടങ്ങിൽ എത്തിച്ചേരും. ക്ഷേത്രത്തിൽ ശില്പം സമർപ്പിക്കുന്ന മൊട്ടമ്മൽ രാജൻ
ശില്പി ഉണ്ണിക്കാനായി, കമൽ കന്നിരാമത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി. HUID ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.